കറിഞ്ഞൂടെ റിയാദിൽ തിരക്കാണ്, അപ്പോൾ നമുക്ക് നോക്കി ഓട്ടിച്ചൂടെ അതാണ്. പക്ഷെ പെട്ടെന്ന് നമ്മൾ വിചാരിക്കാത്തൊരു സംഭവം പെട്ടെന്ന് വന്ന് കയറുമ്പോഴത്തേക്കും ബ്രേക്ക് അല്ലാതെ അതിന് എന്ത് ചെയ്യാൻ പറ്റും? അത് ശരി. അപ്പൊ ക്ലച്ച് ഇടുമ്പോ ഗിയർ അമർത്തണം അല്ലേ? വണ്ണം കെട്ട ക്ലച്ച് കുഴിച്ചെടുത്ത് ഗിയർ വലിച്ചു എടുക്കണം. അപ്പൊ ബ്രേക്കോ? ബ്രേക്ക് ഇടുന്നതെല്ലാം കൂടി പണ്ടാൻ അടങ്ങിയ ശേഷം പച്ചലയും റൊട്ടി. നീ എന്തിനാ ഇപ്പൊ കയറിയിരുന്നത്? ഞങ്ങൾ സെക്കൻഡ് ആൾക്കാരാ, ഞങ്ങളാ ഫസ്റ്റ് ഇരിക്കേണ്ടത്. അപ്പൊ ആര് വിളമ്പും? പാചകക്കാരനാണല്ലേ? അല്ല, എറണാകുളം ജില്ലാ കളക്ടർ മിണ്ടാതെ കുത്തുകെട്ടോ. ഒന്നും ആവശ്യമില്ല, ഇതൊക്കെ ഞാൻ ജസ്റ്റ് കഴിയുന്നേ ഉള്ളൂ. പക്ഷേ ഇതാണ് നമ്മൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ചെറിയ പെട്ടി. ഇതൊക്കെ ഒരു സ്പ്രേ, ഇതൊക്കെ നോക്കിയാൽ നമ്മുടെ നാട്ടിലുള്ളവർക്ക് മണമല്ല പറഞ്ഞത്. ഇപ്പം നമ്മൾ ഒരാൾക്ക് ഈ ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ കവർ ഞാൻ ഇതേ കൊണ്ട് കൊടുത്തിട്ട് അവർ പൊട്ടിച്ച് നോക്കുമ്പോൾ അടിപൊളി കോപ്പി. അടിച്ച് പക്ഷേ ഈ സ്മെല്ല് ഒരു 15 മിനിറ്റ് അരമണിക്കൂറാണ് നിൽക്കും. കുപ്പിയിലാണ് കളി. You cheat! You bloody cheat! ഗുഡ് മോർണിംഗ് മച്ചാമാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് നല്ല രീതിക്ക് വഴക്കൊക്കെ കേട്ടിട്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ചെയ്യാത്ത തെറ്റിനൊരു വഴക്ക് കേൾക്കുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മളെ മനസ്സ്, നമ്മളെ മൈൻഡ് എങ്ങനെയായിരിക്കും? അതാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ. വേറൊന്നും അല്ലാതെ കാണിച്ചു തരാം. ഞാൻ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയുണ്ട്, അപ്പോൾ ഇത്രയും ഗ്യാപ്പിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു വണ്ടി വന്നിട്ട് ഇങ്ങനെ കൊണ്ട് ഇൻഡിക്കേറ്റർ ഇടാതെ കൊണ്ടുവന്നിട്ട് ഈ ഒരു ഗ്യാപ്പിൽ കയറ്റി. അതായത് അപ്പുറത്ത് ഡിവൈഡർ വന്നപ്പോഴത്തേക്ക് അവ ഇങ്ങനെ കൊണ്ടുവന്ന് ചോദിക്കും ഇങ്ങനെ കയറ്റി കേട്ടോ. അപ്പോഴങ്ങനെ സംഭവിച്ചപ്പോഴത്തേക്കും നമ്മൾ എന്താണ് ചെയ്യുന്നത്? ബ്രേക്ക് ചവിട്ടും. കുത്തി ബ്രേക്ക് ഞാൻ ചവിട്ടി, അവനെ ഇടിക്കാതിരിക്കാൻ വേണ്ടി ചവിട്ടി. അപ്പോൾ ബാക്കി ഇരിക്കുന്ന മുതലാളി അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അത് എന്തിനാ ഇങ്ങനെ സ്റ്റഡം ബ്രേക്ക് ചവിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വഴക്ക് പറഞ്ഞു കേട്ടോ. നിനക്ക് അറിഞ്ഞൂടെ റിയാദിൽ തിരക്കാണ്, അപ്പോൾ നിനക്ക് നോക്കി ഓട്ടിച്ചൂടെ അതാണ്. പക്ഷെ പെട്ടെന്ന് നമ്മൾ വിചാരിക്കാത്തൊരു സംഭവം പെട്ടെന്ന് വന്ന് കയറുമ്പോഴത്തേക്കും ബ്രേക്ക് അല്ലാതെ അതിന് എന്ത് ചെയ്യാൻ പറ്റും? പോട്ടെ, ഇനിയിപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഓഫീസെത്തി കൊണ്ടാക്കി തിരിച്ചിറങ്ങി വന്നിട്ട് നമ്മളിപ്പോൾ എന്താ അനിയണ്ണൻ്റെ റൂമിലോട്ട് പോകാനായിട്ട് ഉള്ള സ്ഥലത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ കാണുന്ന പമ്പ് കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്കും ഒരു തമ്മീസ് കടയുണ്ട്. നമ്മൾ സ്ഥിരം വാങ്ങുന്ന തന്നെ അവിടെ പോയി തമ്മീസും എടുത്തിട്ട് ആ വഴി നേരെ അനിയണ്ണൻ്റെ റൂമിൽ പോയി ഫുഡ് കഴിച്ചിട്ട് വരണം. രാവിലെ വിളിച്ചാണ് കേട്ടോ. അപ്പം വ്ളോഗൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഒരു എനർജിക്കായിട്ട് രാവിലെ തുടങ്ങണമെന്നൊക്കെ വെച്ച് നിന്നാണ്. ഇപ്പം എല്ലാം പോയി. എന്തായാലും നമുക്ക് നേരെ അനിയണ്ണൻ്റെ റൂമിലേക്ക് പോവാം. അല്ല, എന്നെ തമ്മീസ് കടയിൽ തിരക്കൊന്നുമില്ല കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അബാഹയ്ക്ക് പോകാനുള്ള ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യാനായിട്ട്. ഒറ്റ പരിപാടി കേട്ടോ, സിമ്പിൾ വർക്കാണ് ഇത്. കൊള്ളാം. എന്തായാലും എടുത്തിട്ട് നേരെ കുഴിയിലേക്ക്. ഇതാണ് തമ്മീസ് രണ്ടായിട്ട് മുറിക്കുന്ന സെറ്റപ്പ് കേട്ടോ. ഗുഡ് മോർണിംഗ്. അപ്പോഴേ കുറേ നാളായാലും കണ്ടിട്ട്. എന്തല്ല വിശേഷം? സുഖല്ലേ? ഒരു മടിയനാണ്, എനിക്കറിയാം. ഇന്നലെ തറയിൽ നിൽക്കാൻ നോക്കി. രാവിലെ 7:30 വണ്ടി എടുക്കാൻ ഞാൻ രാത്രി 12:30 കഴിഞ്ഞ് വണ്ടി ഇരിക്കുന്നത്. അതിനിട്ട് കാര്യമില്ല. അതിനപ്പുറത്തെ പ്രശ്നത്തേക്കാണ് ഞാൻ. ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങളാണല്ലോ നമുക്ക്. എവിടെ വെച്ചാൽ വേണ്ട. അപ്പോൾ എന്തായാലും കഴിച്ചിട്ട് ഇപ്പോൾ നമ്മൾ റൊട്ടി പിച്ച് സാധനം വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഡാൽ കറി. എന്താണ് പരിപ്പ് തന്നെ. അതാണ് സലാഡ്. ജർജീറല്ല കേട്ടോ, ജർജീറല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ജർജീറല്ല ഇഷ്ടമാണെന്നുള്ള കമൻറ്റ് രേഖപ്പെടുത്തും കേട്ടോ. ഇതാണ് സംഭവം. പച്ചയ്ക്ക് തിന്നാൻ അടിപൊളി ടേസ്റ്റാണ്. അത്യം കുറച്ച് കയ്പുണ്ടായിരിക്കും, പിന്നെ അങ്ങ് ശീലമായിക്കോളും. ആരെയും കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും അവിടെ പച്ചലയിൽ നിന്നാണ് കിടക്കണമെന്ന് വിചാരിക്കും. പച്ചലയും റൊട്ടി അങ്ങനെയൊന്നുമില്ല കേട്ടോ. ശമ്പളം കിട്ടുന്ന 6 ദിവസം നമ്മൾ രാജാവാണ്. അപ്പോൾ എന്തായാലും കഴിച്ചിട്ട് കാണാം. ഇനി തന്നെ നല്ല വിശപ്പുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ ശരി എന്നാ പോട്ടോ. ഇനി എപ്പോഴും ഡ്യൂട്ടി സ്പ്രേ മേടിച്ചാണോ പുതിയ? കൊള്ളാമല്ലേ? നോക്കട്ടെ ഏത് സാധനം. യൂത്ത് പെർഫ്യൂം എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അടിച്ചു നോക്കുമ്പോൾ അറിയാം. എവിടെ ഇതിൻ്റെ? കൊള്ളാം. എത്ര റിയാല്? എത്രയായി? എത്ര റിയാല്? 6 റിയാല്. 6 റിയാലിന് കൊള്ളാമല്ലോ. നല്ല കൊള്ളാം കേട്ടോ സ്മെല്ല്. പക്ഷേ എൻ്റെ ഇട പോയി. ഓട്ടോ പോഴേ ശരി എന്നാൽ
കുറച്ച് താമസിച്ചു. ഡോർ അടച്ചേരാ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് വെയിലായി. ഇപ്പോൾ സമയം വന്നിട്ട് 9:30 കുറേ നേരം സംസാരിച്ചും പറഞ്ഞു വരുന്നു. അവിടുന്ന് സമയം പോയത് അറിഞ്ഞില്ല. അണ്ണാ വിളിക്കണേ. ഇപ്പോഴും വെച്ചാൽ നമ്മുടെ സമയം വന്നിട്ട് 10:05 ആയപ്പോഴത്തേക്കും നമ്മൾ എവിടെയാണ് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡൻ പെട്രോളിലാണ് കേട്ടോ. ഇവിടെ നമ്മളെ വണ്ടിയുടെ ഓയില് ഫിൽറ്ററുകളൊക്കെ മാറാനായിട്ടാണ് ഇവിടെ വന്നപ്പോഴത്തേക്കാണ് സംഭവം. എന്താ അവിടെ ഇതുവരെ തുറന്നിട്ടില്ല. പിന്നെ അത് അവിടെ സമയം എഴുതി വെച്ചിരിക്കുന്നിട്ടില്ല. രാവിലെ 9 മണി തൊട്ട് 11 മണി വരെയും ഉച്ചയ്ക്ക് ശേഷം 4 മണി തൊട്ട് 7 മണി വരെ 11 മണി വരെയാണ് കേട്ടോ. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, ഇതുവരെ തുറന്നില്ല. അവിടെ പോയി അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഒരു 10 മിനിറ്റ് തുറക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ സംഭവം തുറന്നു കേട്ടോ. നമുക്ക് നേരെ പോയിട്ട് മാറിയിട്ട് വരാം. 3641 മാറുന്നത്. നമ്മൾ സാധാരണ മാറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5000-ലാണ്. അപ്പോൾ എന്തായാലും മാറിയിട്ട് വേഗം വരാം. കഴിഞ്ഞ മാസം ബത്തേക്ക് വണ്ടിയുടെ ടയർ മാറ്റാനായിട്ട് പോയപ്പോൾ 3-4 ഫിൽറ്ററുകൾ വാങ്ങിയായിരുന്നു കേട്ടോ. അവിടെ ആകുമ്പോൾ വില കുറവായിരുന്നു. അങ്ങനെ വാങ്ങി വെച്ച ഫിൽറ്ററാണ് ഇതെല്ലാം. പിന്നെ ആ ടിന്നിലിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീസാണ് കേട്ടോ. അപ്പം നമുക്ക് ഇത് കൊണ്ട് മാറ്റണം. ഫ്രണ്ടിലും മാറണം, ബാക്കിലും അകത്ത് ഫിൽറ്ററും മാറണം കേട്ടോ. അപ്പോഴേ അത് കൊണ്ട് കൊടുത്തിട്ട് വരാം. എന്തായാലും നമുക്കിനി ഓയിൽ കാസ്ട്രോളിൻ്റെ ഓയിലാണ് എടുക്കേണ്ടത്. നമ്മുടെ ഫിൽറ്ററിൻ്റെ കോലം കണ്ടില്ലേ, എല്ലാം പൊടിയേറി ഒരു പരുവായി. യെസ്, അപ്പോൾ കാസ്ട്രോളിൻ്റെ G63 2 ഫിൽറ്റർ മാറി കേട്ടോ. ഈ പൊടിയോടുകൂടി തന്നെ മൊത്തം പൊടിയായി. ഫൈനലി നമ്മൾ വീടെത്തി കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ വെച്ചിട്ട് ഓയിലിൻ്റെ വില പറയാനായിട്ട് മറന്നു. ഓയിൽ മാറിയതിന് 86 റിയാലും അത് കണക്ക് തന്നെ ഓയിൽ ഫിൽറ്റർ മാറിയതിന് 12 റിയാൽ കേട്ടോ. മൊത്തത്തിൽ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ GST എല്ലാം കൂടെ ചേർന്ന് 99 റിയാലാണ് ആയിട്ടുള്ളത്. അപ്പോഴേ അതേ കണക്ക് തന്നെ നമ്മൾ എയർ ഫിൽറ്റർ നമ്മൾ വേറെ കടയിൽ നിന്ന് മുന്നേ മേടിച്ചത് ഉണ്ടായിരുന്നു. അതാണ് കൊടുത്ത് മാറിയത്. അതിന് ഇട്ടതിന് സർവീസ് ചാർജും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഈ സാധനത്തിൻ്റെ പൈസ മാത്രമേ അവർ പേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഗോൾഡൻ പെട്രോളിൽ നിന്നാണ് മാറിയിരിക്കുന്നത്. മാത്രമല്ല ഇനിയിപ്പം നമ്മൾ അടുത്ത പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-2:30 ആകുമ്പോഴത്തേക്കും പോയി മുതലാളിയമ്മയെ പിക്ക് ചെയ്യണം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് പോയിട്ട് 5 റിയാൽ കടയിൽ പോയിട്ട് ഒരു സ്പ്രേ എടുക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന സ്ഥലം പ്രോപ്പർ അബഹയല്ല കേട്ടോ. അവിടെ നിന്ന് കുറച്ച് ദൂരം ഒരു വില്ലേജിലാണ് പോകുന്നത്. അവിടെ ഈ 5 റിയാൽ കടകളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് പിന്നെ അവിടെ പോയിട്ട് 5 റിയാൽ കടയെ കണ്ടുപിടിച്ച് സ്പ്രേ ഒക്കെ തപ്പിയെടുക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഒരെണ്ണം മേടിച്ചിട്ട് പോയി. എൻ്റെ ഇരുന്നത് തീർന്നു പോയി. അപ്പോഴേ അത് പോയി മേടിക്കണം. അതിന് ശേഷം നമുക്ക് ഓഫീസിൽ പോയി വിളിച്ചിട്ട് വരണം. പിന്നെ നമുക്ക് 7 മണിക്ക് ഒരു എയർപോർട്ട് ഓട്ടം ഉണ്ട് കേട്ടോ. അതിൻ്റെ മെസ്സേജ് കുറച്ച് മുന്നേ വന്നു. 7 മണിക്ക് എയർപോർട്ടിൽ പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മളെ ഡിക്കിയും കാര്യങ്ങളും എല്ലാം വണ്ടിക്കകം ഫുള്ളും വൃത്തിയാക്കിയിടണം കേട്ടോ. അതാണ് ഏറ്റവും മെയിനായിട്ടുള്ള ടാസ്ക്. ഒരു സാധനം എല്ലാം കയറ്റി കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് ഒരു പരിപാടിയും നടക്കത്തില്ല. എല്ലാം ക്ലീൻ ആക്കി ഇടണം. പിന്നെ നാളെ എപ്പോഴാണ് പോകുന്നതെന്ന് അറിയത്തില്ല കേട്ടോ. അതായത് ചിലപ്പം 8 മണിക്ക് 9 മണിക്കൊക്കെ ആയിരിക്കും. കഴിഞ്ഞ മണിയൊക്കെ പോയത് ആ സമയത്താണ്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസം ഇനി ഒരുപാട് കുറേ ജോലികൾ ഇനിയും ബാക്കിയുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇന്നത്തെ ദിവസം ഞെരിച്ച് ജോലിയാണ്. അപ്പോഴെന്തായാലും ആകെ കിട്ടുന്ന ഫ്രീ ആയിട്ടുള്ള സമയം ഇപ്പോൾ 11:40 ആയിട്ടുണ്ട്. ഈ സമയം തൊട്ട് ഒരു 2 മണി വരെ നമ്മൾ ഫ്രീ ആയിരിക്കും. എന്തായാലും ആ സമയത്ത് പോയിട്ട് നമ്മൾ ഫോണൊന്ന് ചാർജ് ചെയ്തിട്ട് ചെറിയ രീതിക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം. ഓക്കെ, നമുക്ക് ചോറ് വയ്ക്കാം. ചോറ് വെച്ചിട്ട് കറി കടയിൽ നിന്ന് വാങ്ങാം. വേറെ എന്തോ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല. അപ്പോഴേ അടുത്ത ഡ്യൂട്ടി വരുന്ന സമയത്ത് കാണാം. ചമരെ സമയം വന്നിട്ട് 1:10 കേട്ടോ. നമ്മളെ കമ്പിളി ഇതാ ഇവിടെ ഉണങ്ങാനായിട്ട് ഇട്ടേക്കുകയാണ് കേട്ടോ. കുറച്ച് നാളായിട്ട് പെട്ടിക്കകത്ത് തന്നെ ഇരുന്നു. ഞാൻ ചെറുതായിട്ടൊന്ന് വെള്ളം മുക്കിയിട്ട് എടുത്തങ്ങ് വിരിച്ചു കേട്ടോ. അതാ നോക്കിയാണ്, 1 മണിക്കൂർ തികച്ചായില്ലെന്ന് തോന്നുന്നു. എല്ലാം ഉണങ്ങി, നല്ല രീതിക്ക് ഉണങ്ങി. എന്തായാലും ഇതിനപ്പുറത്തേക്കൊരു സ്ഥലം ഇല്ല വിരിക്കാനായിട്ട്. അതുകൊണ്ട് നമ്മളെ വണ്ടിയുടെ മേലെ തന്നെ വിരിച്ചു. എന്നാൽ ഈ സൈഡ് കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ. ഒരു 10-15 മിനിറ്റ് കൂടെ കിടന്നു കഴിഞ്ഞാൽ ഇത് സെറ്റാവും. അപ്പോൾ വേറെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോവുകയാണെങ്കിലും ഈ വക സാധനങ്ങളെല്ലാം നമ്മൾ കൊണ്ടുപോകണം. നമ്മളെ ഡ്രസ്സ്, അതേ കണക്ക് തന്നെ കമ്പിളി, പിന്നെ നമ്മളെന്തെങ്കിലും യൂസ് ചെയ്യുന്ന പൗഡർ, പൊട്ട്, എന്തൊക്കെ സാധനം ഉണ്ടോ നമ്മളതെല്ലാം തൂക്കിക്കൊണ്ട് പോകണം. അവിടെ ഒരു സാധനം പ്രതീക്ഷിച്ച് നമ്മൾ നിൽക്കരുത്. അതാണ് പ്രശ്നം. ഞാൻ എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. റൂമിൽ നമ്മുടെ ബാഗെല്ലാം എടുത്ത് കഴുകി വെച്ചു. കട്ടിലിൻ്റെ അടിയിൽ നിന്ന് ബാഗെല്ലാം വലിച്ചു വാരി ഇറക്കിയപ്പോഴത്തേക്കും 2-3 ബാഗ് ഇരിക്കുന്നു. അപ്പോൾ എല്ലായിടത്തും ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കഴുകിയിട്ട് വെയിലത്ത് വെച്ചേക്കാണ് കേട്ടോ. ഇതൊന്നും ആവശ്യമില്ല, ഇതൊക്കെ ഞാൻ ജസ്റ്റ് കഴുകിയെന്നേ ഉള്ളൂ. പക്ഷേ ഇതാണ് നമ്മൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ചെറിയ പെട്ടി. അതിൻ്റെ കൂട്ടത്തിൽ വേറൊന്നും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് രണ്ടും കൂടെ എടുത്തങ്ങ് വൃത്തിയാക്കി വെച്ചു. ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാമല്ലോ. ഉണ്ട് ഈ തുണിയൊക്കെ ഇപ്പോൾ കഴുകിയിട്ടതാണ്. കളർ ഉണ്ടില്ല, അത് ഉണങ്ങി കഴിഞ്ഞു. അവിടെ നമുക്ക് അടുത്ത ഡ്യൂട്ടി വരുന്ന സമയത്ത് കാണാം. ഷൂ ഒക്കെ നോക്കിയാണ് നല്ല രീതിക്ക് ഉണങ്ങി. ഇതൊക്കെ കഴുകി വെച്ചതാണ്. അപ്പോഴേ ഇതാണ് അവസ്ഥ. അപ്പോൾ ഇനി കുറച്ച് സാധനങ്ങളും കൂടെയൊക്കെ സെറ്റ് ചെയ്യാണ്ട്
ഡ്രസ്സൊക്കെ എടുത്ത് മടക്കി വെക്കാണ്ട്, അതൊക്കെ ഉള്ളൂ ഇനി അടുത്ത പണി. പിന്നെ പോയിട്ട് വണ്ടിയുടെ ഡിക്കി വൃത്തിയാക്കണം, അതാണ് അടുത്ത പണി. നല്ല വെയിലടിക്കുന്നു കേട്ടോ. ഫൈനലി നമ്മൾ മുതലാളിയമ്മയെ കൊണ്ടാക്കിയിട്ട് ഇപ്പോൾ എവിടെയാണ് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 5 റിയാൽ മഹൽ, അതായത് 5 റിയാലിന് സാധനങ്ങൾ കിട്ടുന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഇവിടെ പോയിട്ട് നമുക്കൊരു സ്പ്രേ എടുക്കണം, ഊതിൻ്റെ സ്പ്രേ. അപ്പോൾ 5 റിയാലിനൊക്കെ സ്പ്രേ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5.75 കേട്ടോ. അപ്പോൾ 5 റിയാൽ കടയിൽ നിന്ന് മുന്നേ വിളിച്ച് അങ്ങ് പേരായിപ്പോയതാണ്. അപ്പോൾ എന്തായാലും അപ്പോൾ യഥാർത്ഥ പേര് വേറൊക്കെ എന്തൊക്കെയാണ് കേട്ടോ, അതാണ്ട് കണ്ടില്ലേ. യെസ്, അപ്പം എന്തായാലും തുറോക്യോ അൽവാത്ത്, വായിക്കൊള്ളാത്ത പേര്. അപ്പോൾ എന്തായാലും പോയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനം എടുത്തിട്ട് കാണാം. അപ്പോൾ 5 റിയാലിന് നല്ല വെർത്തായിട്ടുള്ള അടിച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏതാണ് നല്ലതെന്നുള്ളത്. നോക്കിയെടുക്കണം. അപ്പോൾ അകത്ത് പോയിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ വിട്ടേക്കാം. എന്തായാലും തിരക്ക് കുറവാണ് കേട്ടോ ഈ സമയം വന്നിട്ട് 4:38 ആയിട്ടുണ്ട്. അകത്ത് പോയിട്ട് കാണാം. അപ്പോഴെന്തായാലും നമ്മൾ അനിയണ്ണനെയും കൂടെ കാത്തിരിക്കണം കേട്ടോ. അനിയണ്ണൻ്റെ റൂമിൻ്റെ ബാഗിലാണ്. ഞാൻ ചുമ്മാ ജസ്റ്റ് മെസ്സേജ് അയച്ചപ്പോഴത്തേക്കും വരാമെന്ന് പറഞ്ഞു ഇങ്ങോട്ട്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ വരും, വന്നോടനെ നമുക്ക് കാത്ത് കയറാം. ലേറ്റ് ആകുമോയെന്ന് അറിയത്തില്ല, ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഇതാ ലേറ്റായ എത്ര നേരം കൊണ്ട് വിളിക്കുന്നു. ഞാൻ റൂമിൽ നിന്ന് പറഞ്ഞല്ലേ മേടിച്ചേ. അയ്യോ കൊള്ളാം. അതിൻ്റെ ബോക്സ് എടുത്തോ. ലൈവ് മാൻ. ഞാൻ ആദ്യം മാച്ച് ഇതായിരുന്നു, ഏതാണ്? ആപ്പിൾ മോസ്ക്. എന്ത് സർപ്പാ കലക്കി വെച്ചേക്കുന്നത്. അത് പക്ഷേ ഒരു അടിച്ച് 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് സ്മെല്ല് തീരും. ഇത് നോക്കിയാണ്, ഇത് അടിച്ച് നോക്കിയാണ്. അതൊക്കെ ഒരു വല്ലാത്ത സ്മെല്ലാണ്. എടുത്ത് അടിച്ചാണോ അത്? ഞാൻ മുന്നേ മേടിച്ചിട്ടുണ്ട്. ദേഹത്ത് വീണില്ല, ഉടുപ്പ് വീണു. ഞാൻ എനിക്ക് പക്ഷേ അത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. നല്ല മണമാണ്. എന്തായാലും നമുക്ക് ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. നാട്ടിൽ പറയാനത്തേക്ക് ഇവിടെ നിന്ന് കുറച്ച് മാറ്റം പോകാം. ഇതൊക്കെ കൊള്ളാല്ലേ മോഡലുകൾ. നമ്മുടെ നാട്ടിലുള്ളവർക്ക് മണമല്ല ആവശ്യം, നമ്മൾ കൊണ്ടുവിടുന്ന കുപ്പിയുടെ ഡിസൈനാണ് എല്ലാവർക്കും. അതെങ്ങനെ 5 മിനിറ്റ് നിന്നാലും ഇതൊക്കെ ഒരു സ്പ്രേ, ഇതൊക്കെ നോക്കിയാൽ നമ്മുടെ നാട്ടിലുള്ളവർക്ക് മണമല്ല പ്രത്യേകത. ഇപ്പം നമ്മൾ ഒരാൾക്ക് ഈ ഗിഫ്റ്റ് കൊണ്ടു കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ കവർ ഞാൻ ഇതേ കൊണ്ട് കൊടുത്തിട്ട് അവർ പൊട്ടിച്ച് നോക്കുമ്പോൾ അടിപൊളി കുപ്പി. അടിച്ച് പക്ഷേ ഈ സ്മെല്ല് ഒരു 15 മിനിറ്റ് അരമണിക്കൂറാണ് നിൽക്കും. കുപ്പിയിലാണ് കളി. ശരി, സമയമില്ല, നമുക്ക് നേരെ എന്തായാലും ഇവിടുന്ന് പടിയാവാം. ഇപ്പോഴത്തെ സാധനങ്ങൾ കണ്ടോ, എല്ലാം കൂടെ സൈക്കിള്, അത് ഇത് ചപ്പ് ചവറ് എല്ലാം കിടപ്പുണ്ട് കേട്ടോ. ഈ സൈക്കിളൊക്കെ എടുത്ത് മാറ്റാൻ പറഞ്ഞ് കേൾക്കത്തില്ല, എപ്പോഴും വണ്ടിയിൽ തന്നെ വച്ചേക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എടുത്ത് പുറത്തിറക്കി നമുക്ക് സെറ്റ് ചെയ്ത് വൃത്തിയാക്കി അവരുടെ സാധനം കൊണ്ട് കയറ്റണം. അതാണ് ഇന്നത്തെ പണി എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ വെച്ചാൽ വരെ വണ്ടിയിരുന്ന സാധനം മുഴുവൻ നമ്മൾ സ്റ്റോർ റൂമിൽ കൊണ്ട് വെച്ചു കേട്ടോ. അപ്പോൾ ഇനി ഇതാ വണ്ടി ഫുള്ള് അകം ഇൻറ്റീരിയൽ ഫുള്ള് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇതാ സ്റ്റിയറിംഗ് ഒക്കെ കണ്ടറിയാം. അത് നമ്മളെ സഹായിച്ച സാധനം എന്താ ഇതാണ് കേട്ടോ, ഡാഷ്ബോർഡ് ക്ലീനറാണ്. 2020 വില എത്രയെന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. വില ഇതിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല. എന്തായാലും അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ. നല്ല സ്ട്രോബെറി മണമുണ്ട്. മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർപോർട്ടിൽ കൊണ്ടുവിടണം. 7 മണിയാകുമ്പോഴത്തേക്ക് എയർപോർട്ടിൽ കൊണ്ടുവിടണം. 8 മണിക്കാണെന്ന് തോന്നുന്നു ഫ്ലൈറ്റ് കേട്ടോ. അപ്പോൾ നമുക്ക് അതുകൂടെ കഴിഞ്ഞതിന് ശേഷം ഈ വീഡിയോ അതിൻ്റെ ചെയ്യാം. ഇനി പോയിട്ടൊന്ന് കുളിച്ച് ഫ്രഷ് ആവണം. ഭയങ്കര ചൂട് കേട്ടോ, എൻ്റെ പൊന്നോ. അവിച്ചിലെന്ന് പറഞ്ഞ ഇമാതിരി അവിച്ചിൽ. ഈ ജിദ്ദയിലൊക്കെ ഉള്ളവർ പറയും ഇവിടെ ചൂട് കുറവാണ്, പക്ഷേ എന്താണ് പുഴുങ്ങലാണ്. ആ ഒരു പുഴുങ്ങലാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എവിടെയൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ടെന്നൊക്കെ ന്യൂസിൽ കണ്ടു കേട്ടോ. അപ്പോൾ റിയാദിലത് എവിടെയാണെന്ന് അറിയാൻ വയ്യ. റിയാദിലാണ് മഴ പെയ്തതെന്ന് പറയുന്നത്. പക്ഷേ നമ്മളിതൊന്നും ഇവിടെ ഒന്നും ഒരു മഴത്തുള്ളി പോലും പെയ്തിട്ടില്ല കേട്ടോ. അപ്പോഴെന്തായാലും ഇവിടെ ഏകദേശം ഈ സൈഡിൽ കൊണ്ടിട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഇവിടെ ആകുമ്പോൾ വെയിലടിക്കത്തില്ല. അപ്പുറം സൈഡിൽ ഇട്ട് കഴിഞ്ഞാൽ വെയിലടിക്കും. ഇപ്പോൾ കുറച്ച് വെയിൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത എയർപോർട്ടിൽ കൊണ്ടുവിട്ടതിന് ശേഷം കാണാം. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ പോയിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടോ. അപ്പോൾ നമുക്ക് കൊണ്ടുപോകേണ്ട ഡ്രസ്സുകളൊക്കെ എടുത്ത് വെക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേയൊക്കെ മാറ്റാനുണ്ട്, കുറച്ച് പെട്ടിയിലൊക്കെ കയറ്റി അടുക്കി വെക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത നമ്മളെ വീഡിയോ വരുന്നത് വെച്ചാൽ അബഹൻ യാത്രയായിരിക്കും. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.